Hi friends, my name is Prinz and once again welcome back to Active Prinz Vlogz. So, in the top Yemen smartphones under 10k budget. 10,000 wedding Yemen smartphones, smartphones in video. This masam 10,000 smartphone വേടിക്കാൻ ഉദ്ദേശിച്ചിരിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഈ സ്മാർട്ട്ഫോൺസ് നിങ്ങളുടെ പരിഗണനയിൽ വെക്കാവുന്നതാണ്. ഞാൻ ഈ സ്മാർട്ട്ഫോൺസിന്റെ ലിസ്റ്റ് പറഞ്ഞു കഴിയുമ്പോൾ നിങ്ങൾക്ക് അനുയോജ്യമായ ഏതാണോ അത് നിങ്ങൾ തിരഞ്ഞെടുക്കുക. സോ നമുക്ക് ഒട്ടും ടൈം വേസ്റ്റ് ചെയ്യാതെ നേരെ വീഡിയോയിലേക്ക് പോവാം. സോ എൻ്റെ ഈ ചാനലിലേക്ക് ആദ്യമായിട്ട് നിങ്ങൾ വന്നതെങ്കിൽ എൻ്റെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ എനേബിൾ ചെയ്ത് വെക്കുക. എൻ്റെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ അടിയിലുള്ള ലൈക്ക് ബട്ടൺ എനിക്ക് ഒന്ന് ലൈക്ക് അടിച്ചേക്കും. സോ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം. ആദ്യമായി ഞാൻ ഈ ഫോണുകളിൽ എന്തൊക്കെ ക്രൈറ്റീരിയകൾ കൊണ്ടാണ് റാങ്ക് ചെയ്തിരിക്കുന്നത് ഫസ്റ്റ് ഞാൻ പറയാം. ഞാൻ പറയുന്ന ഫോണുകളിൽ മിനിമം ഒരു HD+ ഡിസ്പ്ലേ എങ്കിലും ഉണ്ടായിരിക്കും. ഫുൾ HD+ ഡിസ്പ്ലേ ഉള്ള ഫോണുകളും ഞാൻ പറയുന്ന ലിസ്റ്റിലുണ്ട്. പിന്നെ മിനിമം ഒരു 6.5 ഇഞ്ചിന്റെ ഡിസ്പ്ലേ ഇതിലുണ്ടായിരിക്കും. പിന്നെ ഇതിൽ മിനിമം 3GB റാമും 32GB സ്റ്റോറേജും മിനിമം ഉണ്ടായിരിക്കും. പിന്നെ ഒരു അത്യാവശ്യം നല്ല 10,000 താഴെ കിട്ടാവുന്ന ഡീസൻറ്റ് പെർഫോമൻസ് ഈ ഫോണുകൾക്ക് ഉണ്ടായിരിക്കും. നല്ല പ്രൊസസ്സർ ഉണ്ടായിരിക്കും. പിന്നെ ഡുവൽ ക്യാമറ സെറ്റപ്പോ അതിന്റെ മുകളിലോ ആ സെറ്റപ്പുള്ള ക്യാമറ ആയിരിക്കും ഈ ഫോണുകൾക്ക് ഉണ്ടായിരിക്കുക. സോ നമുക്ക് തുടങ്ങാം. നമുക്ക് ആദ്യം തന്നെ 6th പൊസിഷനിലുള്ള ഫോൺ ഏതാ നോക്കാം. നമ്മുടെ റാങ്കിങ്ങിൽ 6th പൊസിഷനിൽ വന്നിരിക്കുന്നത് റിയൽമി C12 ആണ്. സോ നമുക്ക് അതിന്റെ സ്പെസിഫിക്കേഷൻസ് നോക്കാം. ഇതിലൊരു 6.5 ഇഞ്ചസിന്റെ HD+ IPS LCD ഡിസ്പ്ലേ ആയിരിക്കും. പിന്നെ മീഡിയടെക്കിന്റെ ഹീലോ G35 ആയിരിക്കും ഇതിന്റെ പവർ നൽകുക. 6000 mAh ഒരു വലിയ ബാറ്ററിയും അതോടൊപ്പം തന്നെ 10 വാട്ട്സിന്റെ ഒരു ചാർജറും ഇതോടൊപ്പം ഉണ്ടായിരിക്കും. പിന്നെ ഇതിന് ട്രിപ്പിൾ ക്യാമറ സെറ്റപ്പാണ്. 13+2+2 എന്ന ട്രിപ്പിൾ ക്യാമറ സെറ്റപ്പാണ്. പിന്നെ 5 മെഗാപിക്സൽ ഫ്രണ്ട് ഷൂട്ടറും ഉണ്ടായിരിക്കും. പിന്നെ ഇതിൽ ഫിംഗർ പ്രിന്റ് സെൻസർ ഉണ്ടായിരിക്കുന്നതാണ്. ഇതിന്റെ പ്രൈസ് പറയുന്നത് 3GB 32GBക്ക് 9,000 rupees ആണ്. സോ റിയൽമി C12ന്റെ സ്പെസിഫിക്കേഷൻസ് കണ്ടല്ലോ. അടുത്ത നമുക്ക് 5th പൊസിഷനിലുള്ള ഫോൺ ഏതാന്ന് നോക്കാം. 5th പൊസിഷനിലുള്ള ഫോണാണ് റിയൽമി C3. സോ അതിന്റെ സ്പെക്സ് നമുക്ക് നോക്കാം. ഇതിലൊരു 6.5 ഇഞ്ചസിന്റെ ഒരു HD+ IPS LCD ഡിസ്പ്ലേ തന്നെയായിരിക്കും. പിന്നെ ഇതിൽ പ്രൊസസ്സറായി വരുന്നത് ഹീലോ G70 എന്ന പ്രൊസസ്സർ ആയിരിക്കും. പിന്നെ 5000 mAh ബാറ്ററിയും അതോടൊപ്പം തന്നെ 10 വാട്ട്സിന്റെ ഒരു ചാർജിങ് സ്പീഡും ഇതിനുണ്ടായിരിക്കും. പിന്നെ ഡുവൽ ക്യാമറ സെറ്റപ്പാണ് ഇതിൽ വരുന്നത്. 12+2 മെഗാപിക്സലിന്റെ ഡുവൽ ക്യാമറ സെറ്റപ്പ്. പിന്നെ 5 മെഗാപിക്സലിന്റെ ഒരു സെൽഫി ഷൂട്ടറും ഉണ്ടായിരിക്കും. ഇതിൽ ഫിംഗർ പ്രിന്റ് സെൻസർ ഒന്നും വരുന്നില്ല. പിന്നെ നമുക്ക് പ്രൈസ് നോക്കിയാൽ 4GB 64GBക്ക് 10,000 ആയിരിക്കും പ്രൈസിങ്. റിയൽമി C12 വെച്ച് സംബന്ധിച്ച് നോക്കിയാൽ റിയൽമി C3 നല്ല മികച്ച പ്രൊസസ്സറും നല്ല സ്റ്റോറേജ് കേപ്പബിലിറ്റി ഉണ്ടായിരിക്കും. പക്ഷെ കോട്ടൺ എന്ന് വെച്ചാൽ റിയൽമി C12 സംബന്ധിച്ച് നോക്കിയാൽ ഫിംഗർ പ്രിന്റ് സെൻസർ ഇല്ല, ട്രിപ്പിൾ ക്യാമറ സെറ്റപ്പ് ഇല്ല എന്ന ചെറിയ കോട്ടങ്ങൾ മാത്രമേ ഉള്ളൂ. സോ അത്രയും കാര്യങ്ങളാണ് റിയൽമി C3യുടെ ഭാഗത്ത് പറയാനുള്ളത്. അടുത്ത് നമുക്ക് 4th പൊസിഷനിലുള്ള ഫോൺ ഏതാന്ന് നോക്കാം. അതാണ് റിയൽമി C15. ഈയിടെ ലോഞ്ച് ചെയ്ത റിയൽമി C15 ആണ് നമ്മളുടെ റാങ്കിങ്ങിൽ 4th പൊസിഷനിൽ വന്നിരിക്കുന്നത്. സോ നമുക്ക് അതിന്റെ സ്പെസിഫിക്കേഷൻസ് നമുക്ക് കണ്ണോടിച്ച് നോക്കാം. ഇതിലൊരു 6.5 ഇഞ്ചസിന്റെ HD+ ഡിസ്പ്ലേ തന്നെയായിരിക്കും. IPS LCD ആയിരിക്കും ഇതിന്റെ ഡിസ്പ്ലേ. ഇതിന് പവർ നൽകുന്നത് മീഡിയടെക് ഹീലോ G35 എന്ന പ്രൊസസ്സർ ആയിരിക്കും. പിന്നെ ഇതിൽ Yemen 6000 mAh ബാറ്ററിയും അതോടൊപ്പം തന്നെ 18 വാട്ട്സിന്റെ ഫാസ്റ്റ് ചാർജറും ഈ ബോക്സിന്റെ ഉള്ളിൽ തന്നെ അവിടെ നൽകുന്നതാണ്. ഇതിലൊരു ക്വാഡ് ക്യാമറ സെറ്റപ്പ് ആയിരിക്കും. 13 മെഗാപിക്സൽ അടങ്ങുന്ന ക്വാഡ് ക്യാമറ സെറ്റപ്പ്. 13+8+2+2 എന്ന സെറ്റപ്പ് ആയിരിക്കും ഇതിലുണ്ടായിരിക്കുക. 8 മെഗാപിക്സലിന്റെ ഫ്രണ്ട് ഷൂട്ടർ ഇതിലുണ്ടായിരിക്കും. ഇതിൽ ഫിംഗർ പ്രിന്റ് സെൻസർ ഉണ്ടായിരിക്കുന്നതാണ്. പിന്നെ ഇത് പ്രൈസിങ് നോക്കിയാൽ 3GB 32GBക്ക് 10,000 ആണ് പ്രൈസ്. സോ റിയൽമി C15ന്റെ സ്പെക്സ് ഇത്രയുമാണ്. സോ നമുക്ക് എന്റെ റാങ്കിങ് 3rd പൊസിഷനിൽ വന്നിരിക്കുന്നത് ഏതാന്ന് നോക്കാം. അതാണ് ഇൻഫിനിക്സിന്റെ Hot 9 Pro. സോ അതിന്റെ സ്പെക്സ് ഒന്ന് നമുക്ക് ഓടിച്ചു നോക്കാം. ഇൻഫിനിക്സിന്റെ Hot 9 Proയിൽ ഉണ്ടായിരിക്കുക 6.6 ഇഞ്ചസിന്റെ ഒരു HD+ IPS LCD ഡിസ്പ്ലേ ആണ്. പിന്നെ ഇതിൽ ഈ 10,000 താഴെ കാണാത്ത ഒരു പഞ്ച് ഹോൾ ഡിസ്പ്ലേ സെറ്റപ്പ് ആണ് ഇതിലുണ്ടായിരിക്കുക. സൈഡിലേക്ക് മാറി നിൽക്കുന്ന ഒരു പഞ്ച് ഹോൾ സെറ്റപ്പ് ആണ് ഇതിന്റെ സെൽഫി ക്യാമറയുടെ പ്ലേസ്മെന്റ്. ഇതിന്റെ പെർഫോമൻസിന്റെ ഭാഗത്ത് മാത്രമാണ് ഒരു ഡ്രോബാക്ക് ആയിട്ട് ഈ ഫോണിന്റെ പറയാനുള്ളത്. ഇതിന്റെ പ്രോസസ്സർ എന്ന് പറയുന്നത് മീഡിയടെക്കിന്റെ ഹീലിയോ P22 എന്ന പ്രോസസ്സറാണ്.
നിങ്ങൾ അധികം ഗെയിം ഒന്നും കളിക്കാത്തവരാണെങ്കിൽ, അധികം മൾട്ടി ടാസ്കിംഗ് ഒന്നും നിങ്ങൾ ചെയ്യാത്തവരാണെങ്കിൽ ഈ ഫോൺ നിങ്ങൾക്ക് പരിഗണിക്കാവുന്നതാണ്. പക്ഷേ നിങ്ങൾ ഗെയിമിങ്ങിനാണ് നിങ്ങൾ ഫോൺ 10,000 താഴെ മേടിക്കുന്നതെങ്കിൽ, അല്ലെങ്കിൽ മൾട്ടി ടാസ്കിങ് അങ്ങനെ ഹെവി ടാസ്ക് ഒക്കെ നിങ്ങൾ ചെയ്യുന്നവരാണെങ്കിൽ നിങ്ങൾ ഈ ഫോൺ ഒരിക്കലും പരിഗണിക്കരുത്. മറിച്ച് നിങ്ങളൊരു നല്ല ക്ലാരിറ്റി ഉള്ള ക്യാമറ, നല്ല ഫോട്ടോസും വീഡിയോസും എടുക്കുന്ന ആളാണെങ്കിൽ, അല്ലെങ്കിൽ നല്ലൊരു ക്യാമറ, നല്ല ക്ലാരിറ്റി ഉള്ള ക്യാമറ ഫോൺ നിങ്ങൾക്ക് ഈ 10,000 താഴെ മേടിക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഏറ്റവും നല്ല ചോയ്സ് ഈ ഇൻഫിനിക്സ് ഹോട്ട് 9 Pro ആയിരിക്കും. കാരണം ഇതിൽ 14 മെഗാ പിക്സൽ അടങ്ങുന്ന ഒരു ക്വാഡ് ക്യാമറ സെറ്റപ്പോടെയാണ് ഈ ഫോൺ വരുന്നത്. 14 മെഗാ പിക്സലിന്റെ പ്രൈമറി സെൻസറും 8 മെഗാ പിക്സലിന്റെ അൾട്രാ വൈഡ് സെൻസറും 2 മെഗാ പിക്സലിന്റെ മാക്രോയും 2 മെഗാ പിക്സലിന്റെ ഡെപ്ത് സെൻസറും ഇതിനുണ്ടായിരിക്കും. പിന്നെ 8 മെഗാ പിക്സലിന്റെ ഒരു സെൽഫി ഷൂട്ടറും ഇതിനുണ്ടായിരിക്കും. സോ ക്യാമറയുടെ ഭാഗത്തിൽ ഇതാണ് ബെസ്റ്റ്, നിങ്ങൾക്ക് ഈ 10,000 താഴെ മേടിക്കാൻ പറ്റിയ ബെസ്റ്റ് ഫോൺ. ഇതിന് ഫിംഗർ പ്രിന്റ് സെൻസറും ഉണ്ടായിരിക്കും. പിന്നെ ഇതിന്റെ പ്രൈസ് നോക്കിയാൽ 4GB 64GBക്ക് 10,500 rupees ആണ്. പക്ഷെ ഫ്ലിപ്കാർട്ടിൽ ഞാൻ നോക്കിയപ്പോൾ 10,500 rupees ആണെങ്കിലും ഏതൊക്കെയോ ബാങ്കിന്റെ, അല്ലെങ്കിൽ ചില ബാങ്കിന്റെ ക്രെഡിറ്റ് കാർഡ് യൂസ് ചെയ്ത് നിങ്ങൾ ഈ ഫോൺ പർച്ചേസ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് 2,500 രൂപ വരെ ഡിസ്കൗണ്ട് ലഭിക്കുന്നതാണ്. സോ നിങ്ങൾ കൃത്യമായി നോക്കിയിട്ട് ഈ ഫോൺ മേടിക്കുക. നിങ്ങൾക്ക് അറിയുന്ന ആരെങ്കിലും ഈ ക്രെഡിറ്റ് കാർഡ് ഉണ്ടെങ്കിൽ അവരോടൊന്ന് പറഞ്ഞിട്ട് ഈ ഫോൺ മേടിച്ചാൽ നിങ്ങൾക്ക് 2,500 രൂപ വരെ ഈ ഫോണ് ഡിസ്കൗണ്ട് ലഭിക്കുന്നതാണ്. സോ കണ്ടില്ലേ ഇൻഫിനിക്സ് ഹോട്ട് 9 Proന്റെ സ്പെസിഫിക്കേഷൻസ്. നിങ്ങൾ ഒരു പെർഫോമൻസിന് വേണ്ടി ഈ ഫോൺ നിങ്ങൾ ഒരിക്കലും തിരഞ്ഞെടുക്കരുത്. ക്യാമറയുടെ ആണെങ്കിൽ നിങ്ങൾ പ്രയോറിറ്റി എങ്കിൽ ഈ ഫോൺ തിരഞ്ഞെടുക്കാവുന്നതാണ്. സോ നമുക്ക് അടുത്തതായി സെക്കൻഡ് പൊസിഷനിലുള്ള ഫോണായി നോക്കാം. റിയൽമിയുടെ ഫോണാണ് എൻ്റെ റാങ്കിങ്ങിൽ സെക്കൻഡ് പൊസിഷനിൽ വന്നിരിക്കുന്നത്. അതാണ് റിയൽമി നാർസോ 10A. സോ നമുക്ക് അതിന്റെ സ്പെസിഫിക്കേഷൻസ് നോക്കിയാലോ. ഇതിൽ 6.5 ഇഞ്ചസിന്റെ HD+ IPS LCD ഡിസ്പ്ലേ ആണ്. ഹീലോ G70 ആണ് ഇതിൽ പവർ നൽകുന്നത്. പിന്നെ 5000 mAh ബാറ്ററിയും അതോടൊപ്പം തന്നെ 10 wattsന്റെ ചാർജറുമായിരിക്കും ഇതിനോടൊപ്പം ലഭിക്കുന്നത്. ഇതിലൊരു ട്രിപ്പിൾ ക്യാമറ സെറ്റപ്പ് ആയിരിക്കും. 12+2+2 എന്ന ട്രിപ്പിൾ ക്യാമറ സെറ്റപ്പാണ് ഇതിലുണ്ടായിരിക്കുക. 5 മെഗാ പിക്സലിന്റെ സെൽഫി ഷൂട്ടറും ഉണ്ടായിരിക്കും. പിന്നെ ഇതിൽ ഫിംഗർ പ്രിന്റ് സെൻസർ ഉണ്ടായിരിക്കുന്നതാണ്. ഇതിന്റെ പ്രൈസിങ് നോക്കിയാൽ 4GB 64GBക്ക് 10,000 rupees ആണ് പ്രൈസിങ്. നിങ്ങൾ സെക്കൻഡ് പൊസിഷനിലുള്ള ഫോൺ നമ്മൾ കണ്ടു, അത് റിയൽമി നാർസോ 10A. നമുക്ക് അടുത്ത ഫസ്റ്റ് പൊസിഷനിലുള്ള ഫോൺ ഏതാണെന്ന് നോക്കാം. നിങ്ങൾ സ്മാർട്ട് ഫോൺസിനെ കുറിച്ച് അറിയുന്നവരാണെങ്കിൽ, നിങ്ങൾ അത് ഫോളോ ചെയ്യുന്ന ആളാണെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും, ഓടിയിട്ടുണ്ടാവും ഏതാണ് ഫോണെന്ന്. അതാണ് ഈയിടെ ഇറങ്ങിയ റെഡ്മി 9 Prime. 10,000 താഴെ മേടിക്കാൻ പറ്റുന്ന ഓൾറൗണ്ടർ ദി ബെസ്റ്റ് ഫോണാണ്. സോ അതിന്റെ സ്പെസിഫിക്കേഷൻസ് നോക്കാം. റെഡ്മി 9 Prime ഇതിന്റെ സ്പെസിഫിക്കേഷൻസ് ആണ് 6.53 ഇഞ്ചസിന്റെ ഫുൾ HD+ IPS LCD ഡിസ്പ്ലേ. നോട്ട് ദി പോയിന്റ്, ഫുൾ HD+ IPS LCD ഡിസ്പ്ലേ ആണ്. 10,000 താഴെ ഒരു ഫോണും ഫുൾ HD+ ഡിസ്പ്ലേ ഉള്ള ഫോണുകൾ നൽകുന്നതില്ല. ഡിസ്പ്ലേ മാത്രമല്ല പെർഫോമൻസിന്റെ കാര്യത്തിലും 10,000 താഴെ ദി ബെസ്റ്റ് ഫോണാണ് ഇത്. കാരണം ഇതിൽ MediaTek ഹീലോ G80 എന്ന പ്രോസസ്സറാണ്. 10,000 താഴെ ഇപ്പോൾ നിലവിൽ ഇത്രയും പെർഫോമൻസ് ഉള്ള ഫോൺ വേറെ ഇല്ല. 5020 mAh ബാറ്ററിയും 18 wattsന്റെ ഫാസ്റ്റ് ചാർജറും ഇതോടൊപ്പം ലഭിക്കുന്നുണ്ട്. ഇതിന് ഫിംഗർ പ്രിന്റ് സെൻസറും ഉണ്ടായിരിക്കുന്നതാണ്. സോ നമുക്ക് അടുത്തത് ഇതിന്റെ പ്രൈസ് നോക്കിയാൽ 4GB 64GBക്ക് 12,000 ആണ് ഇപ്പോൾ പ്രൈസ് കാണിക്കുന്നത്. ഇത് ലോഞ്ച് ചെയ്തപ്പോൾ 999 അല്ലെങ്കിൽ 10,000 rupees ആയിരുന്നു ഇതിന്റെ പ്രൈസിങ്. പക്ഷെ ഇപ്പോൾ ഫ്ലിപ്കാർട്ടിൽ ഞാൻ നോക്കിയപ്പോൾ 12,000 ആണ് പ്രൈസിങ്. പക്ഷെ നിങ്ങൾക്ക് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ചില ബാങ്കിന്റെ ക്രെഡിറ്റ് കാർഡ് യൂസ് ചെയ്താൽ 2,000 രൂപ വരെ അല്ലെങ്കിൽ 2,500 രൂപ വരെ നിങ്ങൾക്ക് ഡിസ്കൗണ്ട് ലഭിക്കുന്നതാണ്. ചില സമയത്ത് അങ്ങോട്ടൊക്കെ പ്രൈസ് വേരി ചെയ്യാൻ സാധ്യത കൂടുതലാണ്. സോ നിങ്ങൾ നോക്കി കണ്ട് ഈ ഫോൺ പർച്ചേസ് ചെയ്യുക. സോ കണ്ടില്ലേ, ഇത്രയുമാണ് എൻ്റെ ഒരു തോട്ടിൽ 10,000 താഴെ ദി ബെസ്റ്റ് ഫോൺസ് എന്ന് അറിയാൻ സാധിച്ചത്. ഞാൻ ഇപ്പോൾ 6 ഫോൺസ് പറഞ്ഞു. പക്ഷെ ഞാൻ പറഞ്ഞതെല്ലാം ചൈനീസ് ബ്രാൻഡാണ്, അല്ലെങ്കിൽ ചൈനീസ് സ്മാർട്ട് ഫോൺസ് ആണ് പറഞ്ഞത്. പക്ഷെ നിങ്ങൾ ഒരു ചൈനീസ് ഹേറ്റർ ആണെങ്കിൽ, നിങ്ങൾ നോൺ ചൈനീസ് സ്മാർട്ട് ഫോൺ ആണ് നിങ്ങൾ നോക്കി നടക്കുന്നതെങ്കിൽ, നോൺ ചൈനീസ് സ്മാർട്ട് ഫോൺ ഈ പ്രൈസ് റേഞ്ചിലുണ്ട്. പക്ഷെ ഞാൻ കണക്കൂട്ടിയ ക്രൈറ്റീരിയകൾക്ക് അത്ര കണ്ട് യോജിച്ച ഫോണല്ല. എന്നാലും നിങ്ങൾക്ക് കൺസിഡർ ചെയ്യാവുന്ന ഒരു ഫോൺ തന്നെയാണ്. അതാണ് സാംസങ്ങിന്റെ ഫോൺ, സാംസങ് M01. കഴിഞ്ഞ പ്രാവശ്യവും ഈ ഫോൺ തന്നെയായിരുന്നു നോൺ ചൈനീസ് സ്മാർട്ട് ഫോൺസ് 10,000 താഴെ മേടിക്കാൻ പറ്റിയ ഫോൺ എന്ന് പറഞ്ഞിരുന്നത്. ഈ പ്രാവശ്യം 10,000 താഴെ നോൺ ചൈനീസ് സ്മാർട്ട് ഫോൺസ് ഒന്നും ഇറങ്ങുന്നില്ല. അതുകൊണ്ട് ഇതന്നെ നിങ്ങൾക്ക് പരിഗണിക്കാം.
സോ അതിന്റെ സ്പെസിഫിക്കേഷൻസ് ഒന്ന് നോക്കാം. സോ സാംസങ് M01 വരുന്നത് ഒരു ചെറിയ 5.7 ഇഞ്ചിന്റെ ഒരു ഡിസ്പ്ലേ ആയിരിക്കും. HD+ IPS LCD ആയിരിക്കും ഇതിന്റെ ഡിസ്പ്ലേ. പിന്നെ ഇതിൽ പവർ നൽകുന്നത് സ്നാപ്ഡ്രാഗൺ 439 ആണ്. കുറെ പഴയ പ്രോസസ്സറാണ്, അല്ലെങ്കിൽ പവർ കുറഞ്ഞ പ്രോസസ്സറാണ് ഇതിൽ യൂസ് ചെയ്തിരിക്കുന്നത്. പിന്നെ ചെറിയ 4000 mAh ബാറ്ററിയാണ് നൽകുക. പക്ഷെ ഇതിന്റെ കൂടെ 15 വാട്ട്സിന്റെ ഫാസ്റ്റ് ചാർജ് നൽകുന്നത് ഒരു നല്ല കാര്യമാണ്. പിന്നെ ഡുവൽ ക്യാമറ സെറ്റപ്പ് ആണ്. 13+2 മെഗാപിക്സലിന്റെ ഡുവൽ ക്യാമറ സെറ്റപ്പ്. പിന്നെ 5 മെഗാപിക്സലിന്റെ സെൽഫി ഷൂട്ടർ ആണ് ഇതിനുണ്ടായിരിക്കുക. ഇതിന് ഫിംഗർ പ്രിന്റ് സെൻസർ ഉണ്ടായിരിക്കുന്നതല്ല. പിന്നെ പ്രൈസിംഗ് നോക്കിയാൽ 3GB 32GB 10,000 ആണ് പ്രൈസിംഗ്. ഈ പ്രൈസ് റേഞ്ചിൽ ഈ സാംസങ് M01 മേടിച്ചാൽ ഒരിക്കലും അതൊരു വാല്യൂ ഫോർ മണി നൽകുന്നതല്ല. പക്ഷെ നിങ്ങൾ ചൈനീസ് ഹേറ്റർ ആണെങ്കിൽ നിങ്ങൾക്ക് ഈ സ്മാർട്ട് ഫോൺസ് പരിഗണിക്കാവുന്ന ഫോൺ തന്നെയാണ്. പക്ഷെ ഞാൻ അതൊരിക്കലും നിങ്ങൾക്ക് റെക്കമെൻഡ് ചെയ്യുകയില്ല. സോ ഇത്രയും ഞാൻ ഇപ്പോൾ 7 ഫോൺസ് പറഞ്ഞു. ഇത്രയും ഫോൺസാണ് 10,000 താഴെ മേടിക്കാൻ പറ്റിയ നിങ്ങൾക്ക് പരിഗണിക്കാവുന്ന കുറച്ച് നല്ല ഫോൺസ്. സോ നിങ്ങൾക്ക് ഇതിൽ ഏത് ഫോണാണ് നിങ്ങൾക്ക് അനുയോജ്യമായി, നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഫോൺ ഏതാണെന്ന് ഈ വീഡിയോക്ക് താഴെ പ്ലീസ് ഒന്ന് കമൻറ്റ് ചെയ്ത് അറിയിക്കുക. എൻ്റെ ചാനലിലേക്ക് നിങ്ങൾ ആദ്യമായിട്ടാണ് വന്നതെങ്കിൽ എൻ്റെ ചാനൽ അടിയിലുള്ള സബ്സ്ക്രൈബ് ബട്ടൺ ഞെക്കി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ എനേബിൾ ചെയ്തേക്കുക. എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ഈ വീഡിയോ ലൈക്ക് അടിച്ചിട്ടേ പോവാവൂ. നിങ്ങളുടെ സുഹൃത്തുക്കളോ ബന്ധുക്കളോ ആയിട്ട് ഈ പ്രൈസ് റേഞ്ചിൽ ഒരു പുതിയ സ്മാർട്ട് ഫോൺ മേടിക്കാൻ ഉദ്ദേശിക്കുകയാണെങ്കിൽ ഈ വീഡിയോ ഒന്ന് അവർക്ക് ഷെയർ ചെയ്ത് നൽകാൻ ശ്രമിക്കുക. സോ ഇത്രയുമാണ് ഇന്നത്തെ വീഡിയോ. അടുത്ത ദിവസം ഞാൻ 20,000 പ്രൈസ് റേഞ്ചിലുള്ള മികച്ച യമണ്ട സ്മാർട്ട് ഫോൺസിന്റെ വീഡിയോ ആണ് ചെയ്യുന്നത്. ആ വീഡിയോക്ക് എന്റെ ചാനലിൽ സ്റ്റേ ട്യൂൺ ആയി നിൽക്കുക. സോ നമ്മൾ വീണ്ടും കാണുന്നത് വരെ സ്റ്റേ സേഫ് ആൻഡ് ഓൾവേസ് ബി ആക്റ്റീവ്.